എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ട്രോമ ബോണ്ട്, കുറേ സൈക്കോളജിക്കൽ ടേംസ് ഒക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. അതിലൊരു ടേമാണ് ട്രോമ ബോണ്ട്. അപ്പോൾ ട്രോമ ബോണ്ട് എന്ന് വെച്ചാൽ എന്നതാ? നമ്മളെ അത്യധികം വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി, അവരിൽ നിന്ന് നമുക്ക് എന്താണ് വിട്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും നമുക്ക് വിട്ടുവരാൻ പറ്റാത്ത വരുന്നത്? ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് സ്നേഹവും കെയറും പരിഗണനയും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്നാൽ സെയിം ടൈം എന്താണ്, അവരിൽ നിന്ന് നമുക്ക് ഭയങ്കരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ അവസ്ഥകൾ നമ്മൾ വരുമ്പോഴത്തേക്കും അവരിതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ ജസ്റ്റ് ഒരു സോറി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താണ്, അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് മറന്നതിന് ശേഷം വീണ്ടും എന്താണ് നല്ല രീതിയിൽ പോയിട്ടെന്താ നല്ല രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല, വീണ്ടും ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. വിഷമിപ്പിക്കുന്നു, മാനസികമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തുന്നു, ശാരീരികമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തുന്നു. ഈ ഒരു അവസ്ഥയാണ് ട്രോമ ബോണ്ട്. എന്നിട്ട് എന്താണ്, നമുക്ക് അവരിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എന്താണ് വിട്ടുപോകാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും വിട്ടുപോകാൻ പറ്റാത്തത്? നമ്മുടെ ബ്രെയിൻ ഒരു സെയിം സമയത്ത് അറ്റ് സെയിം ടൈം നമ്മൾ പറയും എന്താണ്, അവരിലെ പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബ്രെയിൻ അതൊരു ലഹരിയായിട്ട് അത് മാറിക്കഴിയും, അതൊരു അഡിക്ഷനാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് എന്താണ് ആ ഒരു ട്രോമ ബോണ്ടിൽ നിന്ന് വിട്ടുവരാൻ പറ്റാത്തത്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ട്രോമ ബോണ്ടിലുള്ളൊരു വ്യക്തി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർ ആരുടെയോ ഒരു പാവയായിരുന്നു. അവർക്കായിട്ടുള്ള ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോ ഒന്നും ഇല്ലാതെ വേറൊരാൾ പറയുന്ന അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിട്ട് അവർക്ക് പിന്നീട് തോന്നും. ഇതാണ് ട്രോമ ബോണ്ട്. അപ്പോൾ എല്ലാം നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാം. അപ്പോൾ ശരി, ബൈ, ചാ.